Hi students, our next topic is theory of interference. Interference in the theory we discuss cheyanu. Two methods ഉപയോഗിച്ചുകൊണ്ടാണ് interference in the theory discuss ചെയ്യുന്നത്. ഒന്ന് analytical method, രണ്ട് using phasor diagram. ആദ്യം നമുക്ക് analytical method discuss ചെയ്യാം. നമ്മൾ പറഞ്ഞു രണ്ട് coherent light waves രണ്ടോ അതിലധികമോ coherent light waves superimpose ചെയ്തു കഴിഞ്ഞാലാണ് interference എന്ന് പറയുന്ന phenomena നമുക്ക് observe ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ രണ്ട് coherent light waves കൺസിഡർ ചെയ്യാണ്. coherent light waves ന്റെ പ്രത്യേകത എന്താണ്? ഫ്രീക്വൻസി ഈക്വൽ ആയിരിക്കും. ഫേസ് ഡിഫറൻസ് കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യും, ഫ്രീക്വൻസി ഈക്വൽ ആയിരിക്കും. ഇതാണല്ലോ coherent light waves ന്റെ പ്രത്യേകത. അങ്ങനെ രണ്ട് coherent light waves നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതിൽ ആദ്യത്തെ coherent light waves ന്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ EA E1 sin omega t ആണ്. E1 അതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്, ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി ആണ്. രണ്ടാമത്തെ ലൈറ്റ് വേവുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് EB E2 sin omega t plus delta ആണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് E2 ആണ്, ഫ്രീക്വൻസി ഒമേഗ തന്നെയാണ് അല്ലേ. പിന്നെ നോക്ക്, ആദ്യത്തെയും രണ്ടാമത്തെയും ലൈറ്റ് വേവ്സിന്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറുകൾ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ഒരു കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ആയിരിക്കും എന്ന് പറഞ്ഞത് ഡെൽറ്റയാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സൈൻ ഒമേഗ ടി പ്ലസ് ഡെൽറ്റ എന്ന് വന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ലൈറ്റ് വേവ്സിന്റെ പ്രത്യേകത ഡിഫറൻറ്റ് ആംപ്ലിറ്റ്യൂഡ് ആണ്, ഈക്വൽ ഫ്രീക്വൻസി ആണ്, കീപ്പിംഗ് എ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ഡെൽറ്റ. ദീസ് ടു ഇലക്ട്രിക് ഫീൽഡ്സ് റെപ്രസെന്റ് ലൈറ്റ് വേവ്സ് ഹാവിംഗ് ഈക്വൽ ആംപ്ലിറ്റ്യൂഡ്സ്, different frequency, light waves having different amplitudes, equal frequency and keeping a constant phase difference. Coherent light waves ആണ്. എന്തായാലും അവർ രണ്ടുപേരും കൂടി ഒരു പോയിന്റിൽ വന്നിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു. സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ അവിടെ നമുക്കറിയാലോ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പ്രകാരം അവിടുത്തെ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് വിൽ ബി സം ഓഫ് ദ ഇൻഡിവിജ്വൽ ആംപ്ലിറ്റ്യൂഡ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ഡ്യൂ ടു ദ സൂപ്പർ പൊസിഷൻ ഓഫ് ദീസ് ടു ലൈറ്റ് വേവ്സ് will be ER is equal to EA plus EB എന്ന് എഴുതാം നമുക്ക്. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇയുടെ സ്ഥാനത്ത് നമുക്ക് E1 sin omega t എന്ന് കൊടുക്കാം, EBയുടെ സ്ഥാനത്ത് E2 sin omega t plus delta എന്നും കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ ER is equal to E1 sin omega t plus ഈ sin omega t plus ഡെൽറ്റയെ നമുക്ക് sin A plus B is equal to sin A cos B plus cos A sin B എന്ന റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം അല്ലേ. അപ്പോൾ E2 ഇൻറ്റു ഇവിടെ സൈൻ ഒമേഗ ടി കോസ് ഡെൽറ്റ പ്ലസ് കോസ് ഒമേഗ ടി സൈൻ ഡെൽറ്റ എന്ന് വരും അല്ലേ. ഇനി നോക്കുക, ഇവിടെ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം അതിൽ രണ്ടിലും നമ്മൾ നോക്കിയാൽ സൈൻ ഒമേഗ ടി കോമൺ ആണ്. ആ സൈൻ ഒമേഗ ടി അങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. ബാക്കി ഫസ്റ്റ് ടേമിൽ ബാക്കി എന്താ ഉണ്ടാവുക? E1 അല്ലേ. സെക്കൻഡ് ടേമിലോ E2 കോസ് ഡെൽറ്റ. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ടേംസിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, E1 പ്ലസ് E2 കോസ് ഡെൽറ്റ ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. പ്ലസ് തേർഡ് ടേം നോക്കുക, E2 ഇൻറ്റു സൈൻ ഡെൽറ്റ കോസ് ഒമേഗ ടി. അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇതിനകത്ത് ഇവിടെ E1 പ്ലസ് E2 കോസ് ഡെൽറ്റ എന്ന് പറയുന്നത് ഒരു കൊസൈൻ ഫംഗ്ഷൻ അല്ലേ. അതിനകത്ത് ഫംഗ്ഷനായിട്ട് നിൽക്കുന്നത് കൊസൈൻ ആണ്. അപ്പോൾ ഇതൊരു കൊസൈൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ E1 പ്ലസ് E2 കോസ് ഡെൽറ്റ എന്ന് പറയുന്ന ടേമിനെ ഞാൻ E കോസ് ഫൈ എന്ന് എഴുതുകയാണ്. ഇറ്റ് ഈസ് എ കൊസൈൻ ഫംഗ്ഷൻ. അപ്പോൾ ക്യാൻ ബി taken as E1 plus E2 cos delta is equal to E cos phi. പിന്നെ അതേപോലെ ഈ ടേം E2 sin delta എന്ന് പറയുന്ന ടേം അതൊരു സൈൻ ഫംഗ്ഷൻ ആണ് അല്ലേ. അതിന് ഞാൻ എന്ത് കൊടുക്കുകയാണ്? E sin phi എന്നും കൊടുത്തു. അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 4, 5 എന്നിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി ഞാൻ ചെയ്യുന്നത് ഈ രണ്ട് ഇക്വേഷൻസിനെ 4നെയും 5നെയും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യാണ്. സ്ക്വയറിങ് ആൻഡ് ആഡിങ് 4 and 5. ദെൻ വി ഗെറ്റ് അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സ്ക്വയർ ചെയ്യുക. എന്താ വരിക? E1 plus E2 cos delta ഹോൾ സ്ക്വയർ പ്ലസ് E2 സ്ക്വയർ സൈൻ സ്ക്വയർ ഡെൽറ്റ. ലെഫ്റ്റ് സൈഡ് നമ്മൾ സ്ക്വയർ ചെയ്തു, ആഡ് ചെയ്തു, ഈക്വൽ ടു. ഇനി റൈറ്റ് സൈഡ് അതുപോലെ തന്നെ ചെയ്യുക. E സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ പ്ലസ് E സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ. E സ്ക്വയർ കോമൺ ആണ്, ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. അപ്പോൾ എന്ത് വരും? E സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ എന്ന് കിട്ടും അല്ലേ. ഇനി നമ്മളിത് E1 പ്ലസ് E2 കോസ് ഡെൽറ്റ ഹോൾ സ്ക്വയർ എന്നുള്ളതിനെ A പ്ലസ് ബി ഹോൾ സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യാം. A സ്ക്വയർ പ്ലസ് 2AB പ്ലസ് ബി സ്ക്വയർ അല്ലേ. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ A സ്ക്വയർ E1 സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്താ വരുന്നത്? E2 സ്ക്വയർ കോസ് സ്ക്വയർ ഡെൽറ്റ പ്ലസ് 2ABയോ 2 ഇൻറ്റു E1 E2 കോസ് ഡെൽറ്റ പ്ലസ് ഇവിടെ E2 സ്ക്വയർ സൈൻ സ്ക്വയർ ഡെൽറ്റ ഉണ്ട്. ഇവിടെ കോസ് സ്ക്വയർ ഫൈവ് പ്ലസ് സൈൻ സ്ക്വയർ ഫൈവ് 1 അല്ലേ. അപ്പോൾ E സ്ക്വയർ ഇൻറ്റു 1 E സ്ക്വയർ എന്നും കിട്ടി. ഇനി നോക്കുക, ദാറ്റ് ഈസ് E1 സ്ക്വയർ പ്ലസ് ഇവിടെ നോക്ക്
e2 square cos square ഡെൽറ്റയും e2 square sin square ഡെൽറ്റയും ഉണ്ട്. e2 square കോമൺ ആണ്, ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. അപ്പോൾ e2 square ഇൻറ്റു പിന്നെ ഇവിടെ cos square ഡെൽറ്റ പ്ലസ് sin square ഡെൽറ്റയാണ് ഉണ്ടാവുക. പ്ലസ് ഇവിടെ എന്തുണ്ട് 2e1 e2 cos ഡെൽറ്റ ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു e സ്ക്വയർ e1 സ്ക്വയർ പ്ലസ് cos square ഡെൽറ്റ പ്ലസ് sin square ഡെൽറ്റ 1 ആണ്. അപ്പോൾ e2 square ഇൻറ്റു 1 e2 സ്ക്വയർ അല്ലേ, പ്ലസ് 2e1 e2 cos ഡെൽറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു e സ്ക്വയർ. ഇനി നോക്ക് ഇവിടെ e1 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? e1 എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഫസ്റ്റ് ലൈറ്റ് വേവ് ആണ് അല്ലേ. അപ്പോൾ e1 സ്ക്വയർ എന്തായിരിക്കും? ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ഇൻറ്റൻസിറ്റി അല്ലേ. അപ്പോൾ e1 സ്ക്വയർ എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് ദ ഫസ്റ്റ് ലൈറ്റ് വേവ് ആണ്. e2 സ്ക്വയർ എന്തായിരിക്കും? e2 ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സെക്കൻഡ് ലൈറ്റ് വേവ് ആയതുകൊണ്ട് e2 സ്ക്വയർ എന്ന് പറയുന്നത് i2 ആണ്, ഇൻറ്റൻസിറ്റി ഓഫ് ദ സെക്കൻഡ് വേവ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ കൊടുക്കുക. അതേപോലെ തന്നെ e സ്ക്വയർ എന്ന് പറയുന്ന ഈ സംഗതി e എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് വേവ് ആണ്. e സ്ക്വയർ എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് ദ റിസൾട്ടന്റ് വേവ് IR എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ e1 സ്ക്വയറിൻ്റെ സ്ഥാനത്ത് i1 എന്ന് കൊടുക്കാം, e2 സ്ക്വയറിൻ്റെ സ്ഥാനത്ത് i2 എന്ന് കൊടുക്കാം. അപ്പോൾ e1 എന്താ വരിക? റൂട്ട് i1 ആയിരിക്കും, e2 റൂട്ട് i2 ആയിരിക്കും, e സ്ക്വയർ പിന്നെ പറഞ്ഞു IR ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, e സ്ക്വയർ IR is equal to ഇത് i1 പ്ലസ് ഇത് i2 പ്ലസ് ഇത് 2 e1 എന്താണ്? റൂട്ട് i1 റൂട്ട് i2 cos ഡെൽറ്റ എന്ന് നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ നോക്കി നോക്ക്, ഇവിടെ നമ്മൾ രണ്ട് കൊഹറന്റ് ലൈറ്റ് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്തപ്പോൾ അല്ലേ, ഈക്വൽ ഫ്രീക്വൻസിയും ഡിഫറൻറ്റ് ആംപ്ലിറ്റ്യൂഡുമുള്ള രണ്ട് കൊഹറന്റ് ലൈറ്റ് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടന്റ് വേവിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ റിസൾട്ടന്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് സം ഓഫ് ദ ഇൻറ്റൻസിറ്റി i1 പ്ലസ് i2 എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ദ ഇൻറ്റൻസിറ്റി ആണ്. ആ സം ഓഫ് ദ ഇൻറ്റൻസിറ്റിനേക്കാളും സം ഓഫ് ദ ഇൻറ്റൻസിറ്റിയിൽ നിന്ന് 2 റൂട്ട് i1 i2 cos ഡെൽറ്റ എന്ന് പറയുന്ന ടേം ഡിഫറൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. റിസൾട്ടന്റ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ദ സൂപ്പർ പൊസിഷൻ ഓഫ് ദ ടു കൊഹറന്റ് ലൈറ്റ് വേവ്സ് വിൽ ഗീവ് എ റിസൾട്ടന്റ് വേവ് ഹാവിങ് ഇൻറ്റൻസിറ്റി ഡിഫറൻറ്റ് ദാൻ ദ സം ഓഫ് ദ ഇൻറ്റൻസിറ്റീസ് ഓഫ് ദ ടു വേവ്സ് അല്ലേ. രണ്ട് വേവ്സിൻ്റെ ഇൻറ്റൻസിറ്റികളുടെ സം എന്ന് പറയുന്നത് i1 പ്ലസ് i2 ആണ്. അതല്ല അല്ലേ, അതിൽ നിന്ന് ഒരു ചേഞ്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടേം ഉണ്ട് ഇവിടെ, 2 റൂട്ട് i1 i2 cos ഡെൽറ്റ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ടേമാണ് ഇൻ്റർഫറൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇൻ്റർഫറൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ടേമാണ് ഈ 2 റൂട്ട് i1 i2 cos ഡെൽറ്റ. അല്ലെങ്കിൽ നമുക്ക് രണ്ടിൻ്റെയും ഇൻറ്റൻസിറ്റിയുടെ സമ്മാണ് കിട്ടുമായിരുന്നു. ഇവിടെ ഇൻറ്റൻസിറ്റിക്ക് ഒരു റീഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുന്നുണ്ട് അല്ലേ. കൊഹറന്റ് ലൈറ്റ് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ ലൈറ്റ് ഇൻറ്റൻസിറ്റിക്ക് സംഭവിക്കുന്ന ആ ഒരു റീഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ ആ റീഡിസ്ട്രിബ്യൂഷൻ സംഭവിപ്പിക്കുന്ന അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ടേം ഇതാണ് 2 റൂട്ട് i1 റൂട്ട് i2 cos ഡെൽറ്റ എന്ന് പറയുന്ന ആ ഒരു ടേം അല്ലേ. ആ ടേമിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇൻ്റർഫറൻസ് ടേം എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻ്റർഫറൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതാണ്. ഇൻ്റർഫറൻസിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഡിഫറൻറ്റ് ആംപ്ലിറ്റ്യൂഡും ഈക്വൽ ഫ്രീക്വൻസിയും ഉള്ള കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ഡെൽറ്റ കീപ്പ് ചെയ്യുന്ന രണ്ട് കൊഹറന്റ് ലൈറ്റ് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടന്റ് വേവിൻ്റെ പ്രത്യേകത ഡിഫറൻറ്റ് ആംപ്ലിറ്റ്യൂഡും സെയിം ഫ്രീക്വൻസിയും ഉള്ള ഒരു ലൈറ്റ് വേവ് തന്നെയാണ് കിട്ടിയത്. അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ വേവ്സിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ നിന്ന് ഡിഫറൻ്റ് ആണ് ബൈ എ ടേം 2 റൂട്ട് i1 റൂട്ട് i2 cos ഡെൽറ്റ. ഇൻറ്റൻസിറ്റി ഓഫ് ദ റിസൾട്ടന്റ് വേവ് ഈസ് ഡിഫറൻറ്റ് ഫ്രം സം ഓഫ് ദ ഇൻറ്റൻസിറ്റീസ് ഓഫ് ദ ടു വേവ്സ് ബൈ എ ടേം 2 റൂട്ട് i1 റൂട്ട് i2 cos ഡെൽറ്റ. ദാറ്റ് ടേം 2 റൂട്ട് i1 റൂട്ട് i2 cos ഡെൽറ്റ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഇൻറ്റൻസിറ്റി redistribution in the case of interference is known as interference term. അടുത്തതായിട്ട് നമുക്ക് ഫേസർ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട് തിയറി ഓഫ് ഇൻ്റർഫറൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിനു മുൻപായിട്ട് ഫേസർ ഡയഗ്രം എന്താണെന്ന് മനസ്സിലാക്കണം. ഫേസർ ഡയഗ്രം എന്ന് പറയുന്നത് ഒരു സർക്കിളാണ്. ആ സർക്കിളിൻ്റെ റേഡിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ലൈറ്റ് വേവിനെ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് എനി വേവ് അതിനെ റെപ്രസെൻ്റ് ചെയ്യും, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവിനെ റെപ്രസെൻ്റ് ചെയ്യും. പിന്നെ ആ സർക്കിളിൻ്റെ സർക്കംഫറൻസിലുള്ള ഏതൊരു പോയിന്റിൽ നിന്നും സർക്കിളിൻ്റെ വെർട്ടിക്കൽ ആക്സിസിലേക്ക് വരയ്ക്കുന്ന പ്രൊജക്ഷൻ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ദ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി അസോസിയേറ്റഡ് വിത്ത് ദ വേവിനെ റെപ്രസെൻ്റ് ചെയ്യും. മനസ്സിലായല്ലോ പറഞ്ഞത്? അതായത് നമ്മൾ ഇതൊരു ഫേസർ ഡയഗ്രം ആണെന്ന് കരുതുക. ഈ ഫേസർ ഡയഗ്രത്തിൽ ഞാനിതാ OP എന്ന് പറയുന്നത്
ഒരു റേഡിയസ് ആണല്ലോ അല്ലേ, റേഡിയസ് ആണ്, ഒ പി എന്ന് പറയുന്ന റേഡിയസ് ആണ്. ആ റേഡിയസ് എന്തായിരിക്കും, നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ആ ലൈറ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിന് ഈക്വൽ ആയിരിക്കും, ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. ഇനി സർക്കംഫറൻസിൽ ഒരു പോയിന്റ് ആണ് പി എന്ന് പറയുന്ന പോയിന്റ്. ആ പോയിന്റിൽ ആ വേവുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും. ഇപ്പോൾ ലൈറ്റ് വേവ് ആണെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ആണ്. സാധാരണ വാട്ടർ വേവ് ഒക്കെ ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ റെഫറൻസ് ലെവലാണ് ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ലൈറ്റ് വേവിൻ്റെ കേസിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ആണ് അല്ലേ. അപ്പോൾ ആ പി എന്ന് പറയുന്ന പോയിന്റിൽ, എക്സാക്റ്റ് ആ പി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മുടെ ലൈറ്റ് വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ വേവുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കാണാൻ എന്ത് ചെയ്താൽ മതി എന്നറിയോ, ആ പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഇതല്ലേ വെർട്ടിക്കൽ ആക്സിസ്, ആ വെർട്ടിക്കൽ ആക്സിസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊജക്ഷൻ വരയ്ക്കുക അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ നോർമലായിട്ട് ഇതിനകത്തേക്ക് വരച്ചു, അവിടെ ക്യൂ എന്ന് മാർക്ക് ചെയ്തു, ഒ ക്യൂ ആണ് ആ പ്രൊജക്ഷൻ. ഈ ഒ ക്യൂ എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഒ ക്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ദ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി at the given point. Here electric field is the alternating quantity. അപ്പോൾ OQ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ അറ്റ് ദ പോയിന്റ് പി റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് OP എന്ന് പറയുന്ന റേഡിയസ് റെപ്രസെന്റ് ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഹിയർ, വിച്ച് ഈസ് മാക്സിമം വാല്യൂ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഇനി പ്രൊജക്ഷൻ ഓൺ ദ വെർട്ടിക്കൽ ആക്സിസ് ഫ്രം ദ ഗിവൺ പോയിന്റ് on the vertical axis gives the instantaneous value of the alternating quantity. Here it is instantaneous value of the electric field. അപ്പോൾ ഇതാണൊരു ഫേസർ ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഫേസർ ഡയഗ്രത്തിനകത്ത് നമുക്ക് നമ്മുടെ ലൈറ്റ് വേവ്സിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ്, ഏതൊരു പോയിന്റിലുള്ള ഇൻസ്റ്റന്റേനിയസ് വാല്യൂസും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്നുള്ളതാണ്. അതാണ് ഫേസർ ഡയഗ്രത്തിൻ്റെ പ്രത്യേകത. It is a circle of which radius represents amplitude of the wave and projection drawn from any point on the circumference to the vertical axis gives the instantaneous value of the alternating quantity. Here that is instantaneous value of the electric field. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ലൈറ്റ് വേവ് അല്ലെങ്കിൽ ഒരു വേവ്, ആ വേവിനെ നമ്മൾ സാധാരണ നോർമൽ വ്യൂ അല്ലേ, നോർമൽ വ്യൂ ചെയ്യുന്ന സമയത്ത് നോക്കി നോക്ക്, വേവ് ലാംഡ വേവ് ലെങ്ത് കവർ ചെയ്യുന്ന സമയത്ത് അല്ലേ, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് ലാംഡ ഡിസ്റ്റൻസ് ആയിരിക്കും കവർ ചെയ്യുക. അപ്പോൾ ലാംഡ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന സമയത്ത് അതിന് ഫേസ് ഡിഫറൻസ് എത്ര ഉണ്ടാവുക, പൈ ഫേസ് ഡിഫറൻസ് ഉള്ളതായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും. നോർമൽ വ്യൂ, ഓൺ നോർമൽ വ്യൂ വെൻ കവറിങ് എ ഡിസ്റ്റൻസ് ലാംഡ ഇറ്റ് ഹാസ് എ ഫേസ് ഷിഫ്റ്റ് ഓഫ് 2π റേഡിയൻ, അല്ലെങ്കിൽ അതിൻ്റെ ഫേസ് ചേഞ്ചസ് ഫ്രം 0 to 2π റേഡിയൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ ഈ വേവിനെ നമ്മൾ ഒരു എൻഡിൽ നിന്നാണ് നോക്കുന്നത് എന്ന് കരുതുക. എൻഡ് ഓൺ വ്യൂ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തേ തോന്നുള്ളൂ എന്നറിയോ, ഒരു പോയിന്റ് അല്ലേ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നതായിട്ട്, ലിനിയർലി ഓസിലേറ്റ് ചെയ്യുന്നതായിട്ടേ തോന്നുള്ളൂ. ഓക്കെ, നോർമൽ വ്യൂവിൽ ലാംഡ വേവ് ലെങ്ത് കവർ ചെയ്യുന്നതായിട്ടും 2π റേഡിയൻ ഫേസ് ഡിഫറൻസ് ഉണ്ടാവുന്നതായിട്ടൊക്കെ കാണാം ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ നമ്മളതിനെ ഒരു എൻഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു പോയിന്റ് അല്ലേ ഇങ്ങനെ ഒരു ഓസിലേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുക. ലിനിയർലി ഓസിലേറ്റിംഗ്, ദ പോയിന്റ് വിൽ ലിനിയർലി ഓസിലേറ്റിംഗ്, ഒരു പോയിന്റ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നതായിട്ടാണ് തോന്നുക. ഈ രണ്ട് വ്യൂസിനെയും കമ്പൈൻ ചെയ്യുന്ന ഒരു റെപ്രസെൻറ്റേഷനാണ് ഫേസർ ഡയഗ്രാം. ഫേസർ ഡയഗ്രത്തിൽ ഈ 2 പെർസ്പെക്റ്റീവ്സ് ക്യാൻ ബി കമ്പൈൻഡ് ബൈ യൂസിങ് ദിസ് ഫേസർ ഡയഗ്രാം എന്നുള്ളതാണ്. ഇനി നോക്കി നോക്ക്, നമ്മൾ ഫേസർ ഡയഗ്രത്തിനകത്ത് നമ്മൾ രണ്ട് ലൈറ്റ് വേവ്സിൻ്റെ ഇലക്ട്രിക് ഫീൽഡുകൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ. ഒന്നിതാ E1 എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് അല്ലേ, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്, ആ ലൈറ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് OP ആണ് അല്ലേ. അതിൻ്റെ E1 എന്ന് പറയുന്ന ആ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു ഇൻസ്റ്റന്റേനിയസ് വാല്യൂ OQ ആണ്. അപ്പോൾ ഈ ഒരു ഫേസർ, പിന്നെ ഈ ഫേസർ ഡയഗ്രത്തിനകത്ത് റൊട്ടേറ്റ് ചെയ്യുന്നൊരു വെക്ടർ ഉണ്ടല്ലോ, ആ വെക്ടറാണ് ശരിക്കും ആ ഒരു ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വേവുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫേസർ ഡയഗ്രത്തിന് അകത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വെക്ടറാണ് അല്ലേ. ഇവിടെ ഇലക്ട്രിക് ഫീൽഡാണ് ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ലൈറ്റ് വേവിൻ്റെ കേസിൽ. അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഫേസർ ഡയഗ്രത്തിനകത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വെക്ടറാണ് അല്ലേ. ആ വെക്ടറിനെ വിളിക്കുന്ന പേരാണ് ഫേസർ. ഫേസർ ഈസ് ദ റൊട്ടേറ്റിംഗ് വെക്ടർ ഇൻ ദ ഫേസർ ഡയഗ്രാം വിച്ച് റെപ്രസെൻറ്റ്സ് ദ alternating quantity. Here in the case of light wave that alternating quantity is electric field. അപ്പോൾ ഫേസർ ഉപയോഗിച്ചുകൊണ്ടാണ്
നമ്മൾ ഇവിടെ വേവുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീനെ ഇവിടെ ലൈറ്റ് വേവുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ ഫേസറുകൾ കാണിച്ചിരിക്കുന്നു. ആദ്യത്തെ ലൈറ്റ് വേവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫേസർ ഇതാ ഞാൻ കാണിച്ചിട്ടുണ്ട്, E1 എന്ന് പറയുന്ന ഒരു ഫേസർ അല്ലേ. അപ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് OP ആയിരിക്കും. പിന്നെ അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എത്രയാണ്? P എന്ന് പറയുന്ന പോയിന്റിൽ അല്ലേ. വേവ് ഇങ്ങനെ മാറുകയാണ്, അതിൻ്റെ ഫേസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എത്രയാണ് വരുന്നത്? OQ ആണ് വരുന്നത്. OQ. ഇനി നോക്കി നോക്കുക, അനദർ ലൈറ്റ് വേവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫേസറാണ് OP ഡാഷ്, അല്ലെങ്കിൽ ഈ വരച്ചിട്ടുള്ള E2. അപ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് OP ഡാഷ് ആണ്. പിന്നെ അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ കാണാൻ നമ്മൾ വെർട്ടിക്കൽ ആക്സിസിലേക്ക് പ്രൊജക്ഷൻ വരച്ചു, OQ ഡാഷ് അല്ലേ. അപ്പോൾ OQ ഡാഷ് ആണ് അതിൻ്റെ ഒരു ആൾട്ടർനേറ്റിംഗ് വാല്യൂ വരുന്നത്. അപ്പോൾ ഈ രണ്ട് ഫേസറുകൾ ഉപയോഗിച്ചു. ഇനി അതിൻ്റെ ഫേസ് നോക്കി നോക്കുക. ആദ്യത്തെ ലൈറ്റ് വേവിൻ്റെ ഫേസ് ωt ആണ്. ഒറിജിനുമായിട്ടുണ്ടാക്കുന്ന ഇനീഷ്യൽ ആംഗിൾ നോക്കി നോക്കുക, ωt ആണ്. ആദ്യത്തെ ആളുമായിട്ട് ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ഫേസ് ഡിഫറൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ അതിൻ്റെ ഒരു ഫേസ് എന്ന് പറയുന്നത് ωt പ്ലസ് ഡെൽറ്റയാണ് അതിൻ്റെ ഒരു ഫേസ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും വെക്ടറുകൾ ആഡ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഫേസറുകൾ ആഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് ലൈറ്റ് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുകയാണ്. സൂപ്പർ ഇമ്പോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിസൾട്ടൻ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റൻസിറ്റി ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഫേസറുകൾ ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നോക്കി നോക്ക്, റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ലൈറ്റ് വേവ് ഈസ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ ഇലക്ട്രിക് ഫീൽഡ് ഓർ ഹിയർ ഇൻഡിവിജ്വൽ ഫേസേഴ്സ് അല്ലേ. അപ്പോൾ ഇവിടെ ഈ രണ്ട് ഫേസറുകൾ, ഒന്നാമത്തെ ലൈറ്റ് വേവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന E1 എന്ന് പറയുന്ന ഫേസറും രണ്ടാമത്തെ ലൈറ്റ് വേവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന E2 എന്ന് പറയുന്ന ഫേസറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടൻ്റ് ലൈറ്റ് വേവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫേസറിനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ ഫേസർ വിച്ച് റെപ്രസെൻറ്റ്സ് ദ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു സം ഓഫ് ദ ഫേസേഴ്സ് represents the individual light waves. ER is equal to E1 plus E2 ആണ്. അതിനെ നമുക്ക് വെക്റ്റർ അഡിഷൻ ചെയ്യുന്നത് പോലെ തന്നെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് അല്ലേ. E1 എന്ന് പറയുന്ന ആളെ നമുക്ക് ട്രയാങ്കുലാർ ലോ ഓഫ് വെക്റ്റർ അഡിഷൻ ഒക്കെ അറിയാമല്ലോ. അപ്പോൾ അതിനെ നമ്മൾ ഇങ്ങനെ കൊടുത്ത് ഇവിടെ പ്ലേസ് ചെയ്തു. അതിൻ്റെ ഹെഡിൽ E2 എന്ന് പറയുന്ന ആ ഒരു ഫേസറിൻ്റെ ടെയിൽ കൊണ്ടുവന്നിട്ട് ഡയറക്ഷൻ മാറാതെ കൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്തു. അങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഇവിടെ നോക്ക് E1 E2 ട്രയാങ്കുലാർ ലോ ഓഫ് വെക്റ്റർ അഡിഷൻ പ്രകാരം നോക്കി നോക്ക്. ഇവിടെ ഞാൻ വേണമെങ്കിൽ പോയിന്റ്സ് മാർക്ക് ചെയ്യുകയാണ്. ഇതിനെ E1 എന്നും ഇതിന് E2 എന്നും കൊടുത്തു അല്ലേ. അപ്പോൾ ഇവിടെ OE1 പ്ലസ് E1 E2 ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ. അത് എത്ര വരിക? OE2 വരിക. ട്രയാങ്കുലർ ലോ ഓഫ് വെക്റ്റർ അഡിഷൻ നമുക്കറിയാം അല്ലേ. നോക്കുക, ഇവിടെ ഫേസ് ഡിഫറൻസ് രണ്ടും തമ്മിലുള്ള ഡെൽറ്റ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഫേസ് ഡിഫറൻസ് ഇങ്ങനെ വരിക. രണ്ടും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ ഇതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ ഈ ഒരു ആംഗിൾ ആണല്ലോ ഡെൽറ്റ വരിക. അപ്പോൾ രണ്ടിൻ്റെയും ഇടയിലുള്ള ആംഗിൾ എത്ര വരിക? ഇത് മൊത്തത്തിൽ ലിനിയർ പെയർ ആണ്, പൈയാ വരിക. അപ്പോൾ ഒന്ന് ഡെൽറ്റ പോയി കഴിഞ്ഞാൽ ഇവിടെ പൈ മൈനസ് ഡെൽറ്റ ആയിരിക്കും രണ്ടിൻ്റെ ഇടയിലുള്ള ആംഗിൾ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ OE2 ഗീവ്സ് ദ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് അസോസിയേറ്റഡ് വിത്ത് ദ റിസൾട്ടൻ്റ് ലൈറ്റ് വേവ് എന്ന് നമുക്ക് പറയാം. ദാറ്റ് ER is equal to E1 plus E2 എന്ന് എഴുതാം അല്ലേ. ഇനി നോക്കി നോക്കുക, നമുക്ക് ലോ ഓഫ് കൊസൈൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇൻറ്റൻസിറ്റി ഓഫ് ദ റിസൾട്ടൻ്റ് ഫേസർ ഓർ റിസൾട്ടൻ്റ് ലൈറ്റ് വേവ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. അത് എത്ര വരിക? IR is equal to ലോ ഓഫ് കൊസൈൻസ് ഉപയോഗിക്കുകയാണ്. E1 സ്ക്വയർ പ്ലസ് E2 സ്ക്വയർ മൈനസ് 2E1 E2 അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? പൈ മൈനസ് ഡെൽറ്റ. അത് ലോ ഓഫ് കൊസൈൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. IR is equal to E1 സ്ക്വയർ പ്ലസ് E2 സ്ക്വയർ പ്ലസ് ഇവിടെ നമുക്ക് കോസ് പൈ മൈനസ് ഡെൽറ്റ എന്ന് പറയുന്നത് മൈനസ് കോസ് ഡെൽറ്റയാണ് അല്ലേ. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് എന്താവും? പ്ലസ് ആവും. അപ്പോൾ വരുന്നത് പ്ലസ് 2E1 E2 കോസ് ഡെൽറ്റ. IR is equal to E1 സ്ക്വയർ പ്ലസ് E2 സ്ക്വയർ പ്ലസ് 2E1 E2 കോസ് ഡെൽറ്റ. ഇനി നമുക്കറിയാം ഇവിടെ E1 സ്ക്വയർ എന്ന് പറയുന്നത് I1 ആണ് അല്ലേ. E2 സ്ക്വയർ എന്ന് പറയുന്നത് I2 ആണ്. E1 എന്ന് പറയുന്നത് റൂട്ട് I1 എന്ന് കൊടുക്കാം. E2 എന്ന് പറയുന്നത് റൂട്ട് I2 എന്ന് പറയാം. കോസ് ഡെൽറ്റ നമ്മൾ അനലിറ്റിക്കൽ മെത്തേഡിൽ ചെയ്തതുപോലെ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കി നോക്ക്, റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി കിട്ടുന്നത് നോക്കി നോക്ക്, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് ദ റിസൾട്ടൻ്റ് ലൈറ്റ് വേവ് IR is equal to I1 plus I2 plus 2 റൂട്ട് I2 കോസ് ഡെൽറ്റ എന്ന് കിട്ടി. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിസൾട്ടൻ്റ് വേവിൻ്റെ ഇൻറ്റൻസിറ്റി സം ഓഫ് ദ ഇൻഡിവിജ്വൽ വേവ്സിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ നിന്ന് ഡിഫറൻറ്റ് ഫ്രം എ ടേം 2 റൂട്ട് I1 റൂട്ട് I2 കോസ് ഡെൽറ്റ. ദിസ് ടേം ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ ഓർ ഇൻ്റർഫറൻസ്. So this term is known as 2 root I2 cos delta is known as interference term.
അപ്പോൾ നമ്മൾ ഫേസർ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ടും ഇൻ്റർഫറൻസ് ഡിസ്കസ് ചെയ്തു എന്നുള്ളതാണ്. അനലിറ്റിക്കൽ മെത്തേഡ് ആയിക്കോട്ടെ ഫേസർ ഡയഗ്രാം ആയിക്കോട്ടെ, അതിനകത്ത് രണ്ടോടത്തും ഇൻറ്റൻസിറ്റി ഓഫ് ദ റിസൾട്ടൻറ്റ് വേവിനെ സെയിം എക്സ്പ്രഷനാണ് കിട്ടിയത്. അതിനകത്ത് ഇൻ്റർഫറൻസ് ടേം എന്ന് പറയുന്ന ഒരാൾ വന്നു, 2√I1 √I2 cos ഡെൽറ്റ എന്ന് പറയുന്ന ആൾ. അയാളാണ് ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷന് അല്ലെങ്കിൽ ഇൻ്റർഫറൻസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് തിയറി ഓഫ് ഇൻ്റർഫറൻസിൽ പറയുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഇൻ്റർഫറൻസുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.